ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. കർണാടക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഒരു മാസമായി ദേശീയ നേതാക്കൾ നരേന്ദ്രമോദി, അതുപോലെ രാഹുൽ ഗാന്ധി, അതുപോലെ സോണിയാഗാന്ധി തുടങ്ങിയ സമസ്ത ദേശീയ നേതാക്കളും പ്രചരണ പ്രവർത്തനത്തിലൂടെ ഉഴുതുമറിച്ച മണ്ണ്. അവിടെ ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെണ്ണലും നടന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണം, തെരഞ്ഞെടുപ്പ് ആ സംഭവഗതികളെക്കാൾ ഏറെ നാടകീയമായിരുന്നു വോട്ടെണ്ണലിൻ്റെ ഫലം. ആർക്കും ഭൂരിപക്ഷമില്ല. എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചത് മാതിരി തൂക്കുസഭ രംഗത്തു വന്നു. അതും പുതിയ ഒരു കാര്യമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. തൂക്കുസഭകൾ ഇതിനു മുമ്പ് പലപ്പോഴും വന്നിട്ടുണ്ട്, കേന്ദ്രത്തിൽ പോലും വന്നിട്ടുണ്ട്. പക്ഷേ തൂക്കുസഭയുടെ പശ്ചാത്തലത്തിൽ നടന്ന മറ്റ് സംഭവഗതികളാണ് സത്യത്തിൽ കർണാടകത്തെ അത്യന്തം നാടകീയമായി മാറ്റുന്നത്. തൂണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞത് മാതിരി ഏറ്റവും ചെറിയ കക്ഷിയുടെ നേതാവ് മുഖ്യമന്ത്രിയായി മാറുന്നു. ഒരു ദിവസം കഴിയുമ്പോൾ ആ മാറ്റം അത്യന്തം നാടകീയമായ ആ മാറ്റമാണ് കർണാടക തെരഞ്ഞെടുപ്പിനെ നാടകീയമാക്കുന്നത്. ആ നിലയ്ക്കാണ് ഇന്ന് നമുക്ക് വാർത്തകൾ ലഭിക്കുന്നത്. യെദിയൂരപ്പയോ അല്ലെങ്കിൽ സിദ്ധാരാമയ്യയോ ഒന്നുമല്ല, സാക്ഷാൽ കുമാരസ്വാമി തന്നെ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടാൻ ഗവർണറോട് ആവശ്യപ്പെടുന്ന രീതിയിൽ JDSും കോൺഗ്രസും കൈകോർത്തു. അപ്രതീക്ഷിതമായി കൈകോർക്കുകയും ആ കൈകോർക്കൽ കണ്ട് മലച്ചു നിൽക്കാൻ മാത്രം കഴിയുകയും ചെയ്തിരിക്കുന്നു മോദി അമിത്ഷാ ദ്വയങ്ങൾക്ക്. ആ നിലയ്ക്ക് അട്ടിമറിയുടെ നാടകീയത അവിടെ സംജാതമായിരിക്കുന്നു. വാർത്തകൾ ആ നിലയ്ക്കാണ് പത്രങ്ങൾ നമുക്ക് തരുന്നത്. വിശദമായി തന്നെ നമുക്ക് അതിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. മാതൃഭൂമി എന്ന പത്രം കർണാടകം എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത തരുന്നതെങ്കിലും കർണാടകത്തെ കർണാടകം എന്നുകൂടി വായിക്കാൻ പാകത്തിലാണ് അവരുടെ പ്രയോഗത്തെ സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. നായാണോ എന്ന് തിരിച്ചറിയാതെ കർണാടകമെന്നും കർണാടകമെന്നും വായിക്കാൻ പാകത്തിൽ ആ വാർത്ത ശീർഷകമൊരുക്കിയിരിക്കുന്നു. തൂക്കുസഭ ഭരണം പിടിക്കാൻ ഇരുപക്ഷവും. കുമാരസ്വാമിയെ പിന്തുണച്ച് കോൺഗ്രസിൻ്റെ ചടുല നീക്കം. വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ അവകാശവാദം തങ്ങൾക്ക് എന്ന് BJP. ഭൂരിപക്ഷം ബോധ്യപ്പെടുത്താൻ ഒരാഴ്ച സമയം ലഭിച്ചു എന്ന് യെദിയൂരപ്പ. വാർത്തയുടെ വിശദാംശങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് മാതൃഭൂമി എത്തിക്കുന്നത് ഇപ്രകാരം. കർണാടകയിൽ വോട്ടെടുപ്പിൽ തുടങ്ങിയ നാടകീയത മന്ത്രിസഭാ രൂപവൽക്കരണത്തിലേക്കും. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ BJPയും ഫലപ്രഖ്യാപനത്തിനിടെ രൂപം കൊണ്ട കോൺഗ്രസ് ജനതാദൾ എസ് സഖ്യവും സർക്കാരുണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ച് ഗവർണർക്ക് കത്ത് നൽകി. കേവല ഭൂരിപക്ഷത്തിൻ്റെ 112 അംഗസംഖ്യ, അതിനേക്കാൾ 4 സീറ്റുകൾ അധികം ഈ സഖ്യത്തിനുണ്ട്. എന്നാൽ കേന്ദ്രഭരണത്തിൻ്റെയും വലിയ ഒറ്റക്കക്ഷി എന്നതിൻ്റെയും ബലത്തിൽ സർക്കാരുണ്ടാക്കാനാണ് BJPയുടെ ശ്രമം. മന്ത്രിസഭയുണ്ടാക്കാൻ ആരെ ക്ഷണിക്കുമെന്ന് ഗവർണർ വാജുഭായി വാല നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഭൂരിപക്ഷം ഗവർണറെ ബോധ്യപ്പെടുത്താൻ തനിക്ക് ഒരാഴ്ച സമയം അനുവദിച്ചുവെന്ന് BJP നേതാവ് VS യെദ്യൂരപ്പ അവകാശപ്പെട്ടു. അടുത്ത വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാജ്യം ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പിൽ ആരും കേവല ഭൂരിപക്ഷം നേടിയില്ല എന്നതാണ് ഈ സാഹചര്യത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്ന സമയത്ത് കോൺഗ്രസിന് താൽക്കാലികമായി ഒരു ലീഡ് നില വരികയുണ്ടായി. തുടർന്ന് BJP അത് തിരിച്ചു പിടിച്ചു എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ 120 സീറ്റുകളിൽ BJP മുന്നേറുന്ന അവസ്ഥ വന്നു. ഉച്ചയാകുമ്പോഴേക്കും അത്തരം വാർത്തകൾ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ യെദിയൂരപ്പ അദ്ദേഹം 17-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചയാളാണ്. അതിനുള്ള കുപ്പായവും തുന്നി ഇരിക്കുകയാണ് മഹാൻ. പക്ഷേ അദ്ദേഹം 17-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നില്ല. മറ്റു പല സംഭവഗതികളും ഇതിനിടയിൽ രൂപം കൊണ്ടു.
104 എന്ന അഭിശക്ത സംഖ്യയിൽ ഒതുങ്ങിപ്പോയി BJP. കേവല ഭൂരിപക്ഷം ആർക്കും കിട്ടാത്ത ഒരു ഹങ് അസംബ്ലി എത്തിച്ചേർന്നപ്പോൾ പിന്നെ ഏക സാധ്യത മുന്നണി രൂപപ്പെടുത്തുക എന്നത് മാത്രമാണ്. മുന്നണി രൂപപ്പെടുത്തുന്നതിൽ സൗകര്യപ്രദമായി 34 സീറ്റോടെ JDS ഉണ്ട്. ഒന്നുകിൽ BJPക്ക് JDSന്റെ പിന്തുണ തേടാം, അല്ലെങ്കിൽ കോൺഗ്രസിന് പിന്തുണ തേടാം. ഈ കാര്യത്തിൽ BJPയെ കടത്തിവെട്ടിക്കൊണ്ട് കോൺഗ്രസിന് JDSന് പിന്തുണ നൽകുകയും അതവർ സ്വീകരിക്കുകയും ചെയ്യുന്ന നാടകീയമായ രംഗം രൂപപ്പെട്ടതിൻ്റെ കാര്യം ഒറ്റയ്ക്ക് ഭരിക്കാം എന്ന ചിന്ത വന്നു എന്നതുകൊണ്ടാണ്. BJPക്ക് ഒരു ഘട്ടത്തിൽ ഒറ്റയ്ക്ക് ഭരിക്കാം, പിന്നെ ആരുടെ പിന്തുണ? സദാനന്ദ ഗൗഡയും അതുപോലെ തന്നെ യെദിയൂരപ്പയും ഒക്കെ തുറന്നു പറഞ്ഞു ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കാൻ പോകുന്നു എന്ന്. പക്ഷേ 104 തറഞ്ഞ് അവർ നിന്നപ്പോൾ എല്ലാ കണക്കുകൂട്ടലുകളും BJPക്ക് തെറ്റി. ഒന്നുകിൽ 80 സ്ഥാനം കിട്ടും, 80 ഇടങ്ങൾ ജയിക്കും എന്ന കണക്കായിരുന്നു BJPക്ക്. പക്ഷേ അത് ഏകപക്ഷീയമായി തങ്ങൾക്ക് ഭരിക്കാൻ പോകുന്ന ഭൂരിപക്ഷം ഉണ്ടാകും എന്ന അവസ്ഥയിലേക്ക് മാറി. ഒരിക്കലും 100-ന് മേൽ ഒരു കക്ഷി നിലയിൽ 104 തറഞ്ഞ് ചരിത്രത്തിൻ്റെ ഉപ്പുതൂണ് പോലെ ബൈബിളിൽ പറയുന്നത് മാതിരി അവർ നിന്നുപോകും അഭിശപ്തമായി എന്ന അവസ്ഥ അവർ പ്രതീക്ഷിച്ചതേയില്ല. അതുകൊണ്ട് മറ്റൊരു സാധ്യതയെക്കുറിച്ച് ആലോചിക്കാൻ അവർ മിനക്കെട്ടില്ല. ആ വിടവിലാണ് കോൺഗ്രസ് അതിൻ്റെ ചടുല നീക്കത്തിലൂടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെയാകെ നാടകീയമായി അട്ടിമറിച്ചത് എന്നതാണ് ഇപ്പോൾ നമുക്ക് ഇതേ സംബന്ധിച്ച് പിറകോട്ട് പോയി ആലോചിച്ചാൽ കിട്ടുന്ന യുക്തികൾ. MLA-മാർ സുരക്ഷിതമായി അവരെ എങ്ങോട്ടും മാറ്റും, റിസോർട്ടുകളിലേക്കാണ് MLA-മാർ സഞ്ചരിക്കുന്നത് എന്നൊക്കെ കേട്ടു. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇന്ന് മലയാള മനോരമ ആ വാർത്ത നമുക്ക് ലീഡ് വാർത്തയാക്കി തരുമ്പോൾ MLA-മാർ കൂട്ടമായി രാജ്ഭവനിലേക്കാണ് മാർച്ച് ചെയ്യാൻ പോകുന്നത്, അല്ലാതെ സുരക്ഷിതത്വം തേടി റിസോർട്ടുകളിലേക്കല്ല എന്ന നിലയ്ക്ക് വാർത്ത തരുന്നു. അത്രത്തോളം വിശ്വസനീയമൊന്നുമല്ല ആ വാർത്ത ഇപ്രകാരം: MLA-മാരെ അണിനിരത്തി ശക്തി പ്രകടനത്തിനൊരുങ്ങി കോൺഗ്രസ് JDS സഖ്യം. ഗവർണർക്ക് മുന്നിൽ ഇരുകക്ഷികളിലെയും MLA-മാർ ഇന്ന് അണിനിരക്കും. രാവിലെ കോൺഗ്രസ് നിയമസഭാ യോഗത്തിന് ശേഷമാവും രാജ്ഭവനിലേക്ക് പോവുക. കുതിരക്കച്ചവടം തടയാൻ MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റുമെന്ന് കോൺഗ്രസ് മുൻ മന്ത്രി DK ശിവകുമാർ അറിയിച്ചെങ്കിലും സിദ്ധാരാമയ്യ അത് പിന്നീട് നിഷേധിച്ചു. BJP MLA-മാരുമൊത്ത് രാവിലെ 10:30 ഗവർണറെ കാണുമെന്ന് യെദിയൂരപ്പയും രാത്രി വൈകി വ്യക്തമാക്കി. കോൺഗ്രസ് എന്തൊക്കെ ചെയ്യുന്നുവോ അത് ഞങ്ങളും ചെയ്യും, ശരിക്കും കൊമ്പൻ പോയ വഴി മോഴയും എന്ന നിലയ്ക്ക് കോൺഗ്രസ് ചെയ്യുന്നതൊക്കെ ഞങ്ങളും ചെയ്യും എന്ന പതനത്തിലാണ് അവിടെ BJP എത്തിയിരിക്കുന്നത് എന്ന് തോന്നുന്നു. ആ പരാജയത്തിൻ്റെ ആഘാതം അടിതെറ്റിച്ചിരിക്കുന്നു ആ പാർട്ടിയുടെ എന്ന് വേണം കരുതാൻ. കോൺഗ്രസ്സുകാർ ആദ്യം പറഞ്ഞു ഞങ്ങളുടെ MLA-മാരുമായി ഗവർണറെ കാണാൻ പോകുന്നു രാവിലെ. അത് ന്യായം അവർക്കുണ്ട്, കാരണം 116 MLA-മാരെ അവർക്ക് പ്രസൻറ്റ് ചെയ്യാം. തൊട്ടുപിറകെ ഉടനെ യെദിയൂരപ്പയും പറഞ്ഞു ഞങ്ങളുടെ MLA-മാരെ കൊണ്ട് 104 MLA-മാരെ കൊണ്ട് ഞങ്ങളും പോകും എന്ന്. വല്ല കാര്യവുമുണ്ടോ ആ നിലയ്ക്ക് അത് അനുവർത്തിക്കുന്നതിൽ? ഏതായാലും അങ്ങനെയാണ് ഈ കാര്യത്തിൽ മനോരമ അതിൻ്റെ ഏറ്റവും പുതിയ സാധ്യത തുറന്നിടുന്നത്. BJP എങ്ങനെയാണ് ഈ കാര്യത്തിൽ ഭൂരിപക്ഷമുണ്ടാക്കാൻ പോകുന്നത്? 104 എന്ന് തറഞ്ഞുപോയ സംഖ്യ, ആ സംഖ്യ ഒരുപക്ഷെ 112 മറ്റോ ആക്കിയെടുക്കാൻ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? ഇവിടെയാണ് സമയം വാങ്ങി തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന യെദിയൂരപ്പയുടെ ദുഷ്ടലാക്കുകൾ പ്രവർത്തനക്ഷമമാകാൻ പോകുന്നത്. കുതിരക്കച്ചവടം, ഹോഴ്സ് ട്രേഡിംഗ് അല്ലാതെ മറ്റെന്താണുള്ളത്? 1 ഡസൻ MLA-മാരെ, ലിംഗായത്ത് വിഭാഗത്തിൽപ്പെട്ട MLA-മാരെ കോൺഗ്രസിൽ നിന്നും JDS-ൽ നിന്നും അടർത്തിയെടുത്ത് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കോൺഗ്രസ് BJP ശ്രമിക്കുന്നത്. അതിനവർക്ക് കഴിയും. കേന്ദ്രത്തിലെ അധികാരമുണ്ട്. ആ അധികാരപ്രമത്തത സമാഹരിച്ച വൻതോതിലുള്ള പണമുള്ള ഏക പാർട്ടി ഇപ്പോൾ BJP-യാണ്. ഡിമോണിറ്റൈസേഷൻ്റെ ഉൾത്തളങ്ങളിലെ രഹസ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോഴായിരിക്കും ഒരുപക്ഷെ പിൽക്കാലത്ത് നാം ഇതെല്ലാം അറിയാൻ പോകുന്നത്. പണം സ്വകാര്യമായി ശേഖരിച്ചിരിക്കുന്ന ആ പാർട്ടിക്ക്
കോടികൾ കൊടുത്ത് ഒരു ഡസൻ ആൾക്കാരെ വിലയ്ക്ക് വാങ്ങാൻ കഴിയുമോ ഇല്ലയോ? സിറാജ് എന്ന പത്രം അതേ സംബന്ധിച്ച് പറയുന്നത് കാണുക. കുതിരക്കച്ചവടത്തിന് BJP നീക്കം. കർണാടകയിൽ ജനതാദൾ എസുമായി സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസ് നീക്കം തുടങ്ങിയതോടെ അട്ടിമറി നീക്കവുമായി BJP 9 JDS MLA-മാരെ മറുകണ്ഠം ചാടിക്കാനുള്ള നീക്കങ്ങളാണ് BJP നടത്തുന്നത് എന്ന സ്പഷ്ടമായ സൂചന പുറത്തേക്ക് വന്നിരിക്കുന്നു എന്ന് സിറാജ് എന്ന പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. വൻതോതിലുള്ള ആഘോഷമാണ് ഇന്നലെ ദില്ലിയിൽ BJP ഒരുക്കിയത്. തെക്കേ ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ BJPക്ക് കഴിയുന്നില്ല. ആ സാഹചര്യത്തിൽ കർണാടകം പിടിച്ചേ അടങ്ങൂ എന്നാണ് അമിത്ഷാ മോദി ദ്വയം തീരുമാനമെടുത്തിരുന്നത്. രണ്ടുപേരുടെ തീരുമാനം നടപ്പാക്കപ്പെടുന്ന ഒരു രാജ്യമായി ഇന്ത്യ എന്നേ അതപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ രണ്ടുപേർ തീരുമാനിച്ചത് എന്ത് വില കൊടുത്തും, ആ എന്ത് വിലയിൽ എല്ലാമുണ്ട്, എന്ത് വില കൊടുത്തും കർണാടകം പിടിക്കണം. പണവും പ്രതാപവും ആവർത്തിച്ചു പറഞ്ഞ അതിശക്തമായ നുണപ്രചരണ സാമർഥ്യവും എല്ലാം കൂടി ഇങ്ങ് തെക്കോട്ട് വണ്ടി കയറി ഒരു മാസത്തെ പ്രകടനത്തിന് ശേഷമാണ് 104-ൽ തറഞ്ഞു നിന്നുപോയത്. അത് ഒരുപക്ഷെ 103-ആയി മാറിക്കൂടായികയില്ല, തർക്കമുണ്ടൊരു സീറ്റിൽ. ഏതായാലും 104 ആയാലും 103 ആയാലും ഭൂരിപക്ഷമല്ലല്ലോ. ഭൂരിപക്ഷം ഉറപ്പാക്കിയ സമയത്ത് അത് 104-ൽ തറഞ്ഞു നിന്ന ദുര്യോഗം അപ്രതീക്ഷിതമായി BJPക്ക് വരികയും ആ വിടവിൽ കോൺഗ്രസ് ഗോളടിക്കുകയും ചെയ്ത അവസ്ഥയിൽ അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് എന്താണ് BJP ദില്ലിയിൽ ചെയ്തത്? 3 മണിക്ക് അമിത്ഷായുടെ പത്രസമ്മേളനം, അതുമാതിരി തന്നെ പാർലമെൻ്ററി പാർട്ടി സമ്മേളനം. വലിയ ആഘോഷമായിരുന്നു അവരുടെ പാർട്ടി ഓഫീസിൽ ഇന്നലെ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതവും ചടുലവുമായ കോൺഗ്രസ് നീക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ BJP ആഘോഷത്തിന് സഡൻ ബ്രേക്ക് വീണു. ആഘോഷത്തിമിർപ്പിലുണ്ടായിരുന്ന പാർട്ടി ഓഫീസ് മരണാന്തരീക്ഷത്തിലേക്ക് ശോകമൂകമായി പരിവർത്തിച്ചു. വാർത്ത തരുന്നു സിറാജ്, കാണുക. കർണാടക തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട ഫലസൂചനകളിൽ BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന് വാർത്തകൾ വന്നതിന് പിറകെ ആഘോഷത്തിന് തയ്യാറെടുത്തിരുന്ന BJPയുടെ ആസ്ഥാന മന്ദിരം ആരവങ്ങൾ ഒഴിഞ്ഞ് അനാഥമായത് മണിക്കൂറുകൾക്കുള്ളിൽ. വൈകിട്ട് പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ UPA അധ്യക്ഷ സോണിയ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കർണാടകത്തിലെത്തിയ കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ നിർണായക നീക്കങ്ങൾക്ക് പിന്നാലെ അമിത്ഷാ വാർത്താ സമ്മേളനം റദ്ദാക്കി. പിന്നാലെ പ്രകാശ് ജാവദേക്കർ, ധർമ്മേന്ദ്ര പ്രധാൻ, JP നദ്ദ എന്നിവരെ കോൺഗ്രസ് JDS സഖ്യം പൊളിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്താൻ കർണാടകത്തിലേക്ക് അവരെ അയക്കുകയും ചെയ്തു. ശോകമൂകമായി പോയി ആഘോഷപ്രഭയിൽ കുളിച്ചു നിന്നിരുന്ന പാർട്ടി ഓഫീസ്. കോൺഗ്രസ് എന്തുകൊണ്ടാണ് 77 സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോയത്, അല്ലെങ്കിൽ 78? അതിന് കാരണം ലിംഗായത്തുകളെ മുൻനിർത്തി ഒരു ന്യൂനപക്ഷ മതം എന്ന സങ്കല്പം ഉണർത്തി BJPയുടെ ഹിന്ദു മത കാർഡിനെ തകർക്കാമെന്നാണ് സിദ്ധാരാമയ്യയുടെ ബുദ്ധി. അതിനാണ് ശ്രമിച്ചത് എങ്കിൽ ആ കാർഡ് ഏശിയില്ല. കോൺഗ്രസിൻ്റെ ലിംഗായത്ത് കാർഡ് ഏശിയില്ല. സിറാജ് ഒരു കാരണമായി അത് പറയുന്നു, കാണുക. ലിംഗായത്ത് കാർഡ് ഇറക്കി ഭരണത്തുടർച്ച നേടാമെന്ന കോൺഗ്രസ് തന്ത്രം ഫലം കണ്ടില്ല. ജനസംഖ്യയിലെ 17% വരുന്ന ലിംഗായത്തുകൾക്ക് പ്രത്യേക മതപദവി നൽകാനുള്ള സിദ്ധാരാമയ്യ സർക്കാരിൻ്റെ തീരുമാനം ലിംഗായത്തുകൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അത് വലിയ ക്ഷീണമാണ് കോൺഗ്രസ്സുകാർക്ക് ചെയ്തത്. അതുമാത്രമല്ല, ദളിത് വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും വോട്ടുകൾ പോലും ഈ പ്രശ്നത്തെ മുൻനിർത്തി കോൺഗ്രസിന് നഷ്ടമായി എന്നുകൂടിയുള്ള നിരീക്ഷണങ്ങൾ വന്നിരിക്കുന്നു. രണ്ടു കൂട്ടരും കൈവിട്ടപ്പോൾ കോൺഗ്രസ് 78 സീറ്റിൽ ഒതുങ്ങി. വോട്ട് വിഹിതത്തിൽ ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണ് മുന്നിൽ. അതാണ് നാം കാണേണ്ടത്. വോട്ട് വിഹിതത്തിൽ കോൺഗ്രസ് ആണ് BJPയേക്കാൾ മുന്നിലെത്തിയിരിക്കുന്നത്. 104 സീറ്റിനെതിരെ 78 സീറ്റ് നേടിയ കോൺഗ്രസ് BJPയേക്കാൾ വോട്ട് വിഹിതം നേടിയ പാർട്ടി. BJPയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെങ്കിലും വോട്ട് വിഹിതത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിന് മുൻതൂക്കം. കോൺഗ്രസിന് ആകെ പോൾ ചെയ്തതിൻ്റെ 38% ലഭിച്ചു. BJPക്ക് 36.2%, JDSന് 18.3%. അതായത് JDSും കോൺഗ്രസും കൂടി ചേർന്നാൽ 55% വോട്ടുണ്ട്. ഇനി എന്താണ്
സത്യത്തിൽ ഈ ഗവർണർക്ക് പറയാനുള്ളത് എന്ന കാര്യവുമൊക്കെ നമുക്കറിയാനാകും. സത്യത്തിൽ ഇന്ന് രാവിലെ പത്രങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ MLA-മാരെ അണിനിരത്തി ഇരുകൂട്ടരും ഗവർണറെ വീർപ്പ് മുട്ടിപ്പിക്കുമ്പോൾ എന്താണ് അദ്ദേഹം നിലപാടെടുക്കാൻ പോകുന്നത്? യെദിയൂരപ്പ പറഞ്ഞത് കള്ളമാണ്, ഒരാഴ്ചയൊന്നും അനുവദിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്കൊക്കെ അറിയാം. യെദിയൂരപ്പ അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ പ്രമത്തതയാണ് കാണിക്കുന്നത്. ഏറിയാൽ 2 ദിവസം എന്ന നിലയ്ക്കാണ് വാർത്തകൾ വന്നിരുന്നത്. അതാണ് ഒരാഴ്ച എന്ന നിലയ്ക്ക് അദ്ദേഹം നുണ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. ഏതായാലും ഇന്ന് ഈ വജൂഭായ് വാല, വിചിത്രമായ പേരാണ് അവിടുത്തെ ഗവർണർക്ക്, പേരുദോഷം കേൾക്കുക എന്നതാണ് ഗവർണറുടെ വിധി സ്വതന്ത്ര ഇന്ത്യയിൽ. ഇവിടെ ഇതാ ഒരു ഗവർണർ പേരുദോഷം കേൾക്കാൻ തയ്യാറാകുന്നു. വജുഭായ് വാല അദ്ദേഹം നരേന്ദ്രമോദിയുടെ സ്വന്തം ആളാണ്. സ്വന്തം ആളുകളെ മാത്രമേ അദ്ദേഹം അണിനിരത്താറുള്ളൂ. മോദിയുടെ ശൈലി അതാണ്. ദില്ലിയിൽ ഗുജറാത്ത് ഉണ്ടാക്കിയ ആളാണ് മോദി. ദില്ലിയിലെ IPS IAS ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഏകദേശം സിംഹഭാഗവും ഗുജറാത്ത് ഭാഗത്ത് നിന്ന് വന്ന ആൾക്കാരാണ്. ആ നിലയ്ക്കാണ് മോദിയുടെ ഒരു കളി. ഇവിടെ വജൂഭായ് വാല എന്ന ഗവർണർ മോദി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 9 വർഷത്തോളം അദ്ദേഹത്തിന് കീഴിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത ആളാണ്. പിന്നീട് അദ്ദേഹം അസംബ്ലി സ്പീക്കറായ ആളാണ്. അതുകൊണ്ട് യുവേഴ്സ് ഒബീഡിയൻ്റ്ലി എന്ന നിലയ്ക്കുള്ള നിലപാടുള്ളയാളാണ്. ഏതായാലും രാഷ്ട്രീയ കളിയുമായി ഗവർണർ വരുന്നു. ദേശാഭിമാനി ആ ഭാഗത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത കർണാടകത്തിൽ BJPക്ക് വേണ്ടി രാഷ്ട്രീയം കളിച്ച് ഗവർണർ വജുഭായ് വാല സർക്കാർ ഉണ്ടാക്കാൻ JDSന് പിന്തുണ നൽകിയ കോൺഗ്രസ് നേതാക്കൾക്ക് ആദ്യ സന്ദർശനാനുമതി നിഷേധിച്ച ഗവർണർ BJP നേതാക്കളായ യെദിയൂരപ്പയ്ക്കും അനന്ത്കുമാറിനും തിരക്കിട്ട് അനുമതി നൽകി. അതിനുശേഷം മാത്രമാണ് മറ്റുള്ളവർക്ക് അനുമതി നൽകിയിരിക്കുന്നത്. അത് സ്പഷ്ടമായ ഒരു സൂചനയാണ്. കച്ചവടത്തിന് കളരി ഒരുങ്ങുന്നു എന്നതിൻ്റെ സൂചനയായാണ് അത് കാണേണ്ടത്. കർണാടകം നിരാശയല്ല, തോറ്റുവെങ്കിലും കോൺഗ്രസിന് നിരാശയല്ല, മറിച്ച് പ്രതീക്ഷയാണ് നൽകുന്നത് എന്ന് വീക്ഷണം എന്ന പത്രം ഇന്ന് അതിൻ്റെ അവസാന പുറത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കോൺഗ്രസിൻ്റെ പ്രതീക്ഷ എന്താണ്? നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്, അഥവാ കോൺഗ്രസ് പുലർത്തുന്ന പ്രതീക്ഷയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക് ശേഷം. കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണം അതിൻ്റെ അവസാന പുറത്തു വരുന്ന വാർത്ത കാണുക. നിരാശയല്ല, മതേതര ചേരിക്ക് ആവേശമാകും കർണാടകം. T. ഷൈബീൻ ആണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയം സാധ്യതകളുടെ കല കൂടിയാവുമ്പോൾ കർണാടക ഫലം അത്രത്തോളം നിരാശപ്പെടുത്തുന്നതല്ല, മറിച്ച് കൂടുതൽ ജാഗ്രതായ പരീക്ഷണങ്ങളുടെ ലിറ്റ്മസ് ടെസ്റ്റുകളാണ്. കേവലം സംസ്ഥാന സർക്കാർ രൂപീകരണത്തിൽ ഒതുങ്ങുന്നതല്ല അത്. 2019 പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീളുന്ന സഖ്യസാധ്യതകളാണ്. ആ നിലയ്ക്കാണ് കോൺഗ്രസ് അത് കാണുന്നത്. അതൊരു നല്ല ഭാവപകർച്ചയാണ്. കാരണം കോൺഗ്രസ് ഒരു വൻകക്ഷി ഷവനിസം പുലർത്തുന്ന, അല്ലെങ്കിൽ വലിയേട്ടൻ ഭാവം പുലർത്തുന്ന പാർട്ടിയായിരുന്നു. ഇപ്പോൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് അത് ഇറങ്ങി വരുന്നു. 44 അംഗസംഖ്യയുള്ള ഒരു ചെറിയ പ്രതിപക്ഷമാണ് തങ്ങൾ എന്ന തിരിച്ചറിവിലേക്ക് കോൺഗ്രസ് വരുന്നു. അതുകൊണ്ടാണ് JDS, നന്നേ അംഗസംഖ്യ കുറഞ്ഞ JDSന് മുഖ്യമന്ത്രി പദം ഒരു താലത്തിൽ വെച്ച് നീട്ടിയത് കോൺഗ്രസ്. പുറത്തുനിന്ന് പിന്തുണയ്ക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ JDS പറഞ്ഞു പുറത്തുനിന്ന് പിന്തുണയ്ക്കേണ്ട, അകത്ത് നിന്ന് പിന്തുണയ്ക്കണം. അങ്ങനെയാണ് കോൺഗ്രസ്സിന് ഉപമുഖ്യമന്ത്രി പദവും മന്ത്രിപദങ്ങളുമൊക്കെ വാഗ്ദാനത്തിലേക്ക് എത്തിയത്. ഏതായാലും 2019 പൊതു തെരഞ്ഞെടുപ്പ് വരുന്നു. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഡ്രസ് റിഹേഴ്സലായാണ് കർണാടകത്തെ കോൺഗ്രസ് കാണുന്നത്. ആ നിലയ്ക്കാണ് നിരാശയല്ല കോൺഗ്രസ്സിന് എന്ന് പറയുന്നത്. പുതിയ പ്രതീക്ഷയിലേക്കാണ് കോൺഗ്രസ് സഞ്ചരിക്കുന്നത്. 2 ദിവസം സമയം കിട്ടിയാൽ, ഇന്ന് MLA-മാരെ അണിനിരത്തി കഴിഞ്ഞാൽ പിന്നെ BJP എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? BJP പ്രതീക്ഷിക്കുന്നത് JDSനെ തിരികെ കൊണ്ടുവരാം എന്നാണ്. കോൺഗ്രസ് പിന്തുണച്ച് മന്ത്രിസഭ രൂപീകരിക്കാൻ അനുമതി ഗവർണറോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ശേഷവും JDSനെ തിരിച്ചു കൊണ്ടുവരാം എന്ന് BJP ശ്രമിക്കുമ്പോൾ എത്ര വലിയ കുതിരക്കച്ചവടത്തിനാണ് അവർ തയ്യാറാകുന്നത് എന്ന് വ്യക്തമാകുന്നു. നാണം കെട്ട് JDSൻ്റെ പിറകിൽ പോകുന്നതിന് യാതൊരു വിഷമവും ഇപ്പോൾ BJPക്കില്ല.
ഇത് കഴിഞ്ഞില്ല എങ്കിൽ MLA-മാരെ വിലക്കെടുക്കാം. ആ വാർത്ത BJP വിൽ ട്രൈ ഫോർ അലയൻസ് വിത്ത് JDS എന്ന ശീർഷകത്തിൽ ഹിന്ദു എന്ന പത്രം 1-ാം പേജിൽ തന്നിരിക്കുന്ന ആ വാർത്ത അങ്ങനെയാണ് പറയുന്നത്. വേണമെങ്കിൽ JDS-മായി കൂട്ടുകൂടാൻ പറ്റുന്ന അവസ്ഥയിലേക്ക്, ഗതികേടിലേക്ക് BJP അവിടെ തരം താഴുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. കർണാടക MLA-മാർ കൂട്ടമായി ആ കർണാടകം വിടുമെന്നും MLA-മാരുടെ സംരക്ഷയ്ക്കായി BJP-യും കോൺഗ്രസും മറ്റ് സ്ഥലങ്ങളിൽ ചേക്കേറുമൊക്കെ എന്നൊക്കെയുള്ള വാർത്ത വന്നപ്പോൾ കേരളത്തിലെ ടൂറിസം വകുപ്പ്, കേരളത്തിലെ കേരള ടൂറിസം അതിൻ്റെ ഔദ്യോഗിക പേജിൽ തന്നെ ഒരു ട്വീറ്റ് പുറപ്പെടുവിച്ചു. എന്താണ് ആ ട്വീറ്റ്? കർണാടക MLA-മാർക്ക് കേരളത്തിലേക്ക് സ്വാഗതം. രാഷ്ട്രീയം മാറ്റി കച്ചവട സാധ്യത കേരള ടൂറിസം നോക്കുന്നു. സുന്ദരമായ ബീച്ചുകളും ധ്യാനലീനമായ കായലോരവും ഈ MLA-മാർക്ക് സുരക്ഷിതത്വം ഇവിടെ പ്രദാനം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഓണത്തിനിടയിൽ പൂട്ടുകച്ചവടം എന്ന നിലയ്ക്ക് ആ ബഹളത്തിനിടയിൽ ഒരു കച്ചവട സാധ്യത നോക്കിയിരിക്കുന്നു കേരള ടൂറിസം. അതും ഇന്ന് വാർത്തയായി വന്നിരിക്കുന്നു. ഇന്ന് പത്രലോകം തരുന്ന, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച് പത്രലോകം തരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ദേശാഭിമാനി കാണുക, അഴിമതിക്കാരും ക്രിമിനലുമാണ് അവിടെ ജയിച്ചിരിക്കുന്നത് കർണാടകത്തിൽ. ജനാധിപത്യ സംവിധാനത്തിന് കളങ്കമേൽപ്പിക്കുന്ന ജനവിധിയാണ് കർണാടകത്തിൽ നിന്നുള്ളത്. വിവിധ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച അഴിമതി കേസുകൾ ജയിലിൽ കഴിഞ്ഞവരും ക്രിമിനൽ കേസിൽ ജയിലിലായവരും അടക്കം 391 പേരിൽ ഭൂരിഭാഗം പേരും വിജയിച്ചു. മത്സരിച്ച 23 പേർ സ്ത്രീപീഡന കേസുകളിലെ പ്രതികളാണ്. BJP-യാണ് ഏറ്റവും കൂടുതൽ അഴിമതിക്കാരെയും ക്രിമിനലുകളെയും മത്സരിപ്പിച്ചത്. 83 പേരാണ് ആ അർത്ഥത്തിൽ വന്നിരിക്കുന്നത് രംഗത്ത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ദീർഘമായി തന്നെ കർണാടകം തെരഞ്ഞെടുപ്പും അതിൻ്റെ അവശേഷിപ്പുകളെയും സംബന്ധിച്ച് പറയേണ്ടി വരുന്നത് ഇനിയും പുതിയ നാടകീയ സംഭവഗതികൾക്ക് അവിടെ സാക്ഷ്യമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ്. ജയിച്ചേ അടങ്ങൂ എന്ന തീരുമാനം മോദിക്കും അതേമാതിരി തന്നെ അമിത്ഷായ്ക്കും വന്നു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക്, ഒരു വിജയലഹരി തലയ്ക്ക് പിടിച്ചിരിക്കുന്ന സ്ഥിതിക്ക്, ആ ലഹരി ഇറങ്ങുന്നത് വരെ, യാഥാർത്ഥ്യം കാണുന്നത് വരെ ഏത് കുതിരക്കച്ചവടത്തിനും അവർ കർണാടകത്തിൽ ശ്രമിക്കും. ഇതപര്യന്തം കണ്ടിട്ടില്ലാത്ത വഞ്ചനാപരമായ നീക്കങ്ങളിലേക്ക് അവർ നീങ്ങും. ആ ഒരു സാധ്യത നിലനിൽക്കുന്നത് കൊണ്ടാണ് ദീർഘമായി തന്നെ ആ സാധ്യതകളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. കർണാടക തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾക്ക് ശേഷം ഇന്ന് പത്രലോകം തരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത സോളാർ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധിപ്പിച്ച് ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ്. കാണുക, സരിതയുടെ കത്തും പരാമർശങ്ങളും ഹൈക്കോടതി സോളാർ കമ്മീഷനിൽ നിന്ന് നീക്കി. അത് എവിടെയും പരാമർശിക്കരുത് എന്ന വിലക്ക് മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു. സോളാർ കേസിൽ ആരോപണ വിധേയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ആശ്വാസമായി ഹൈക്കോടതി ഉത്തരവ്. കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്ന് സരിത എസ് നായരുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലുകൾ ഹൈക്കോടതി റദ്ദാക്കി. ഉമ്മൻചാണ്ടി നൽകിയ ഹർജിയിലാണ് നിർണായക വിധി. സരിതയുടെ കത്തിൽ ഉന്നയിച്ചുള്ള ലൈംഗിക ആരോപണങ്ങളും അനുബന്ധ പരാമർശങ്ങളും കമ്മീഷന്റെ പരിധിയിൽ വരില്ല എന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. കത്തിൽ ആരോപിക്കുന്ന കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച അന്വേഷണത്തിന് കമ്മീഷൻ യാതൊരു അധികാരവുമില്ല എന്ന് വാദം കോടതി അംഗീകരിച്ചു. ഇതാണ് ഒരു വശത്ത്. മറുവശത്ത് ഈ കാര്യം ഒഴിച്ചാൽ സോളാർ കമ്മീഷന്റെ ബാക്കി കാര്യങ്ങളിലൊക്കെ ഈ സർക്കാരിന് നടപടി സ്വീകരിക്കാം എന്ന് ഹൈക്കോടതി പറഞ്ഞത് ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടിയുമായി. മറ്റൊന്ന്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒരപേക്ഷ കൊടുത്തിരുന്നു കോടതിയിൽ. അതേ സംബന്ധിച്ച് കാണുക, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സമർപ്പിച്ച ഹർജി സ്വീകരിച്ചില്ല. റിപ്പോർട്ടിലെ ആരോപണം നീക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ തിരുവഞ്ചൂർ സരിതയെ രക്ഷിക്കാൻ നീക്കം നടത്തിയെന്നാണ് ആരോപണം. ആ നിലയ്ക്ക് അത് തള്ളപ്പെടുകയും ചെയ്തു. ആ നിലയ്ക്കുള്ള വാർത്തകളാണ് നമുക്ക് ഇന്ന് ലഭിക്കുന്നത്. നെടുങ്കൻ വാചകങ്ങളുടെ തോഴനാണ് നരേന്ദ്രമോദി. പ്രസംഗ മണ്ഡലത്തിൽ കത്തിക്കയറാൻ അദ്ദേഹത്തിന് നല്ല ബിരുദാണ്. എന്നാൽ മോദി പ്രസംഗിച്ച് കത്തിക്കയറുമ്പോൾ ഇന്ത്യയിൽ രൂപയുടെ മൂല്യം ലോകത്ത് ഇടിയുകയാണ്. ആ വാർത്തയാണ് ഇന്ന് മാതൃഭൂമി അതിൻ്റെ വാണിജ്യം പേജിൽ തരുന്നത്. കാണുക, $1 68 രൂപ 0.7. ഒറ്റ ദിവസം കൊണ്ട് രൂപയുടെ മൂല്യം ഇടിഞ്ഞത് 56 പൈസ. വിദേശ നാണ്യ വിപണിയിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ ചൊവ്വാഴ്ച വൻ തകർച്ച.
കയറ്റുമതി വരുമാനത്തേക്കാൾ ഇറക്കുമതി ചെലവ് കൂടുതലുള്ള രാജ്യമായ ഇന്ത്യക്ക് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. റമദാൻ വ്രതം ആരംഭം നാളെ തുടങ്ങുന്നു. വാർത്ത പത്രങ്ങൾ നമുക്ക് തന്നിരിക്കുന്നു. കേരള കൗമുദി 1-ാം പേജിൽ ആ വാർത്ത തരുന്നത് കാണുക. 30 ദിവസത്തെ വ്രതപുണ്യ നാളുകൾക്ക് തുടക്കം കുറിച്ച് നാളെ റംസാൻ വ്രതം ആരംഭിക്കും എന്നാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പത്രലോകം തരുന്ന മറ്റൊരു വാർത്ത, വാഗമൺ സിമി ക്യാമ്പ് ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത 18 പ്രതികൾക്ക് 7 വർഷം കഠിന തടവ്. നിരോധിത സംഘടനയായ സിമിയുടെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലയിലെ വാഗമൺ തങ്ങൾപ്പാറയിൽ രഹസ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു എന്ന കേസിൽ കുറ്റക്കാരായി കണ്ടെത്തിയ 18 പ്രതികൾക്ക് 7 വർഷം കഠിന തടവ്. പ്രതികൾ ഓരോരുത്തരെയും 20 മുതൽ 27 വർഷം വരെ തടവിനാണ് ശിക്ഷിച്ചിട്ടുള്ളത്. എങ്കിലും ഇത് ഒരുമിച്ച് 7 വർഷം മാത്രം അനുഭവിച്ചാൽ മതി എന്നാണ് കോടതി നിർദ്ദേശം. ഈ കേസ് ചാർജ് ചെയ്തതിനെ സംബന്ധിച്ച് വലിയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അതൊന്നും ഗൗരവതരമായി വിലപ്പോയില്ല. ഒടുവിൽ ശിക്ഷ തന്നെ വരികയുണ്ടായി. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ഏതാണ്ട് കർണാടക പിടിച്ചുവെന്ന് ഉറപ്പാക്കിയപ്പോഴാണ് മോദിയും അമിത്ഷായും ഒടുവിൽ നിരാശരാകേണ്ടി വന്നത്. ഈ കാർട്ടൂൺ കാണുക. ഇത് 2 ഘട്ടം കാർട്ടൂണാണ്. വിജയചിഹ്നം കാട്ടി ആഹ്ലാദം പങ്കിടുന്ന മോദി അമിത്ഷാ ദ്വയം ആദ്യ പകുതിയിൽ നമുക്ക് കാണാം. എന്നാൽ 2-ാം പകുതി കാണുക. താമരയുടെ ഇതളുകൾ ബലൂണായി പറന്നുപോയപ്പോൾ ആശയറ്റ് ഖിന്നരായി നിൽക്കുന്ന ആ ഇരട്ടകളുടെ മുഖവും നമുക്ക് ഈ കാർട്ടൂണിൻ്റെ 2-ാം ഭാഗത്ത് കാണാം. സുരേന്ദ്രൻ്റെ ഈ കാർട്ടൂൺ ഹിന്ദുവാണ് നമുക്ക് തരുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. ചക്കയ്ക്ക് സംസ്ഥാനം വലിയ സ്ഥാനമാണ് കൊടുത്തത്. ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിച്ചു. കമ്പോളത്തിൽ ചക്കയ്ക്ക് ഡിമാൻഡും വന്നു. എന്നാൽ ഈ കാര്യത്തിലുള്ള വസ്തുത എന്താണ്? ഈ ചിത്രം കാണുക. വേണമെങ്കിൽ ചക്കയ്ക്ക് വേരിലും കായ്ക്കാം എന്ന മട്ടിൽ കാച്ചു കിടക്കുന്ന ചക്കയാണ് നാം കാണുന്നത്. എന്നാൽ ഔദ്യോഗിക ഫലമായിട്ടും ശാപമോക്ഷം കമ്പോളത്തിൽ ഈ ഫലത്തിന് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് ഈ ചിത്രം പ്രസ്തുതം ചെയ്ത മംഗളം വാർത്തയിൽ പറയുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.